മനോസ് ബയോളജിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മെഗാ ഗ്യാമറ്റോജെനിസിസ് ഓർ ഫീമെയിൽ ഗ്യാമറ്റോജെനിസിസ് പഠിച്ചിരുന്നു. അതേപോലെ മെഗാസ്പോറോജെനിസിസും മൈക്രോസ്പോറോജെനിസിസും മെയിൽ ഗ്യാമറ്റോജെനിസിസും ഒക്കെ പഠിച്ചിരുന്നു. ആ വീഡിയോ എല്ലാം കൃത്യമായി അതേ ഓർഡറിൽ കണ്ടു കാണുമെന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തുടരെയുള്ള ടോപ്പിക്കായ പോളിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെ മലയാളത്തിൽ പരാഗണം എന്ന് വിളിക്കും. ഈ പറയുന്ന പോളിനേഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ആ പോളിനേഷൻ ഏതൊക്കെയാണെന്നും ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ പോളിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ടോപ്പിക്കാണ് ഏത്? പോളിനേഷൻ. ഏതാണ് പോളിനേഷൻ? നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് കാണുന്ന പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ അവൻ്റെ പ്രോമിനൻറ്റ് പ്ലാന്റ് ബോഡിയാണ് ഏത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്. ഏതാണ്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്. ആ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഏതാണ്? ഹെട്രോസ്പോറസുമാണ്. ഏത് സ്പോറസ് ആണ്? ഹെട്രോസ്പോറസ് അല്ലേ? അപ്പോൾ അവൻ രണ്ട് ടൈപ്പിലെ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ചെറിയ സ്പോറായ മൈക്രോസ്പോർട്സും വലിപ്പം കൂടിയ സ്പോറായ മെഗാസ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവനിൽ ഉണ്ടായി വരുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്? ഫ്ലവർ. ഏതാണ്? ഫ്ലവർ. അങ്ങനെ ഇരിക്കുന്ന ആ ഫ്ലവറിൽ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യം കാണും, അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ഗൈനീഷ്യം കാണും അല്ലേ? ആൻഡ്രീഷ്യത്തിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചേക്കുന്നത്. ഏതെന്ന് പറഞ്ഞാൽ സ്റ്റേമൻ. സ്റ്റേമനിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, അതിന്റെ ആന്തറിനുള്ളിൽ അവൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മൈക്രോസ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റെപ്പിനെ മൈക്രോസ്പോറോജെനിസിസ് എന്ന് വിളിക്കും. ആ മൈക്രോസ്പോർ മെച്യൂർ ആകുമ്പം മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ മെച്യൂർ പോളൻഗ്രെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ടു സെൽഡ് സ്ട്രക്ചറിനെയാണ് ആ പേര് വിളിക്കുന്നത്. അത് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ മൈക്രോ ഗ്യാമറ്റോജെനിസിസ് ഓർ മെയിൽ ഗ്യാമറ്റോജെനിസിസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുന്ന ആ മെച്യൂർ പോളൻഗ്രെയിൻ, ആ ടു സെൽഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ആ മെച്യൂർ പോളൻഗ്രെയിൻ ആന്തർ ഡിഹൈസ് ചെയ്യുമ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ അവൻ പുറത്തു വരും. ഓക്കെ. അതേപോലെ തന്നെ അതിന്റെ ഫീമെയിൽ പാർട്ടായ ഗൈനീഷ്യത്തിന്റെ ഒരു യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്നവരാണ് ഇത് കാർപ്പൽ. അതിലെ ഓവറയ്ക്കുള്ളിൽ ആരിപ്പുണ്ട്? ഓവ്യൂൾ ഇരിപ്പുണ്ട് അല്ലേ? ആ ഓവ്യൂളിനെ നമ്മൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് വിളിക്കും. അതിനുള്ളിൽ മെഗാസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ പ്രോസസ്സിനെ മെഗാസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. ആ ഉണ്ടാകുന്ന മെഗാസ്പോർ എന്തായിട്ട് മാറും? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയ എംബ്രിയോസാക്ക് ആയിട്ട് മാറും. ആ സ്റ്റെപ്പിനെ നമ്മൾ ഫീമെയിൽ ഗ്യാമറ്റോജെനിസിസ് ഓർ മെഗാ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു അല്ലേ? അങ്ങനെ നമുക്കറിയാം, ഇവിടെ മെയിൽ ഗ്യാമറ്റോഫൈറ്റും ഫോം ചെയ്തു, അതേപോലെ ഓവറയിലെ ഓവ്യൂളിനുള്ളിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയ എംബ്രിയോസാക്കും ഫോം ചെയ്തു. ഓക്കെ. ആ എംബ്രിയോസാക്കിനുള്ളിൽ ആരിപ്പുണ്ട്? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയതുകൊണ്ട് അവൻ ഫീമെയിൽ ഗ്യാമേറ്റ് ആയ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് അതിനുള്ളിൽ ഇരിപ്പുണ്ട് അല്ലേ? അതേപോലെ ഇവിടെ നമുക്കറിയാം ടു സെൽഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. ആ ടു സെൽഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ ഈ ചെറിയ സെല്ലാണ് ജനറേറ്റീവ് സെൽ. അത് പിന്നീട് ആരെ തരും? സ്പേമിനെ തരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആൻജിയോസ്പേമില് ഫ്ലവറിംഗ് പ്ലാന്റ്സില് മെയിൽ ഗ്യാമേറ്റ് ആർക്കുള്ളിൽ ഇരിപ്പുണ്ട്? മെച്യൂർ പോളൻഗ്രെയിൻസിനുള്ളിൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അതേപോലെ എംബ്രിയോസാക്കിനുള്ളിൽ ആരും ഇരിപ്പുണ്ട്? എഗ്ഗും ഇരിപ്പുണ്ട് അല്ലേ? അപ്പൊ രണ്ട് ഗ്യാമേറ്റിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ രണ്ട് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി നമുക്കത് ഏത് റീപ്രൊഡക്ഷൻ ആണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നാണ് പറയാറുള്ളത് അല്ലേ? ഗ്യാമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ അടുത്തൊരു ഈവന്റ് കൂടെ നടക്കണം. അതേതാണ്? ഫെർട്ടിലൈസേഷൻ. ഏതാണ്? ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇവിടെ സ്പേമും എഗ്ഗും ഉണ്ടായാൽ മാത്രം പോരാ, ആ സ്പേമും എഗ്ഗും തമ്മിൽ എന്ത് ചെയ്യണം? ബീജസങ്കലനത്തിൽ പങ്കെടുക്കണം. ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമിയിൽ എടുക്കണമല്ലോ. അപ്പം ഇവന്മാര് ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ സിൻഗമിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സ്പേമും എഗ്ഗും ഒരേ സ്ഥലത്ത് എത്തണം. അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഈ സ്പേമിനെയും എഗ്ഗിനെയും ഒരേ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? പോളിനേഷൻ. സോ ഇറ്റ് ഈസ് എ ഗാമേറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഓപ്പറേറ്റിംഗ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏതെന്ന് പറയുന്നത്? പോളിനേഷൻ. ഓക്കെ. കാര്യം പറഞ്ഞ പിടിയിട്ടല്ലോ. ഇനിയും ഫ്ലവറിംഗ് പ്ലാന്റ്സിന് നമ്മളിപ്പോൾ പറഞ്ഞ പ്രത്യേകതകളാണ്. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ മെയിൽ ഗാമേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് the mature pollen grain and female gamete is produced inside the embryo sac. Okay. ഇനി അതുമല്ല, മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഇവനൊരു പ്രത്യേകതകളുണ്ട്.
ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ആർ നോൺ മോട്ടൈൽ. അത് രണ്ടും എന്ത് ചെയ്യില്ല, ചലിക്കൂല. ഓക്കെ, കാര്യം പറഞ്ഞു പിടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ആ രണ്ട് ഗ്യാമേറ്റിനെ നമ്മൾ എവിടെ എത്തിച്ചേ പറ്റൂ, ഫെർട്ടിലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ദീസ് ടു നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ് ഷുഡ് ബി ബ്രോട്ട് ടുഗദർ ടു എ സെയിം സൈറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, കാര്യം പറഞ്ഞു പിടിയിട്ടില്ലോ, മനസ്സിലായി? അതിനെ എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ നമ്മൾ ഏത് പേര് വിളിച്ചെന്ന് പറയും? ജനറലായിട്ട് നമ്മൾ അതിനെ ഗാമേറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കും. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന ഈ ഗാമേറ്റ് ട്രാൻസ്ഫർ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞു? പോളിനേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പോളിനേഷന്റെ ഇമ്പോർട്ടൻസ് ധാരണയായല്ലോ, മനസ്സിലായോ? അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പോളിനേഷൻ എന്തുവാന്ന് പറയാം, അല്ലെ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ആരിപ്പുണ്ട്? സ്പേം ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആരുമുണ്ട്? എഗ്ഗുണ്ട്. ഈ ഓവ്യൂളിനകത്തുനിന്ന് എംബ്രിയോസാക്കും എഗ്ഗിനെയും അവൻ പുറത്തോട്ട് റിലീസ് ചെയ്യാറില്ല. അത് ആ ഫീമെയിൽ പാർട്ടിൽ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ ഫീമെയിൽ പാർട്ടിനുള്ളിൽ എഗ്ഗ് ഇരിക്കുന്ന പോലെ തന്നെ അവന്റെ സെക്സ് ഓർഗനുള്ളിൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വരെ എഗ്ഗ് വരുന്നത് പോലെ ഇവിടെയും ഇതിനുള്ളിൽ മാത്രമേ എഗ്ഗ് ഇരിക്കൂ. ഇവൻ പുറത്തോട്ട് വരാറില്ല. മനസ്സിലായി? പക്ഷേ നമുക്കറിയാം ഈ പൂമ്പൊടി ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. അതിനുള്ളിലാണ് ആരിയിരിക്കുന്നത്? സ്പേം. അപ്പൊ ആ സ്പേമിനെ വഹിക്കുന്ന പൂമ്പൊടി എവിടെ എത്തണം? ഈ എഗ്ഗിന്റെ അടുക്ക് എത്തണം. എങ്കിൽ അവർ രണ്ടുപേരും കണ്ടുമുട്ടി ഫ്യൂഷൻ നടന്നോളും, അല്ലെ? അപ്പൊ ഈ ബാക്കിയുള്ള പാർട്സിൽ കൂടെ ഇവന് കയറി പോകാനും പറ്റൂല. ഈ ഫ്ലവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓവ്യൂൾ ഇരിക്കുന്ന ഓവേറിയൻ ക്യാവിറ്റിയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അവന് ഇതുവഴിയേ കയറി പോകാൻ പറ്റൂ, ത്രൂ സ്റ്റിഗ്മ. ഓക്കെ, അപ്പം ഈ ഇരിക്കുന്ന മെയിൽ ഗ്യാമേറ്റ് ആയ സ്പേമിനെ ഉൾക്കൊള്ളുന്ന ഈ മെയിൽ ഗ്യാമറ്റോഫൈറ്റിനെ എവിടോട്ട് എത്തിച്ചു കൊടുക്കണം? ഇതിന്റെ സ്റ്റിഗ്മയിലോട്ട് എത്തിക്കണം. ഓക്കെ, ആ എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പോളിനേഷൻ. ഓക്കെ, അപ്പൊ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തറിൽ നിന്ന് റിലീസ് ചെയ്ത ഈ മെച്ചുറായ പോളൻ ഗ്രെയിനിൽ ഇപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ആ സ്പേമിന് എഗ്ഗുമായിട്ട് കണ്ടുമുട്ടാനായിട്ട് ഇവനെ എവിടോട്ട് എത്തിച്ചു കൊടുക്കണം? ഈ സ്റ്റിഗ്മയിലോട്ട് എത്തിച്ചു കൊടുക്കണം. വേണ്ടേ? ആ പ്രക്രിയ നമ്മൾ ഏത് പേര് വിളിക്കുന്നതാണ്? പോളിനേഷൻ. ഏത് പേര് വിളിക്കും? പോളിനേഷൻ. അപ്പൊ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ, മെച്ചുവർ പോളൻ ഗ്രെയിൻ ഓർ മെയിൽ ഗാമറ്റോഫൈറ്റ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഓക്കെ, അപ്പൊ ഒരു ഫ്ലവറിന്റെ ആന്തർ പൊട്ടി പുറത്തു വരുന്ന ആ മെച്ചുവർ പോളൻ ഗ്രെയിന്, കാരണം അതിനകത്താണ് സ്പേം ഇരിക്കുന്നത്, അവനെ എഗ്ഗിന്റെ അടുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമുക്ക് ഏത് പേര് വിളിക്കാം? പോളിനേഷൻ. ഏത് പേര് വിളിക്കും? പോളിനേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഓക്കെ, ക്ലിയർ? കാര്യം പറഞ്ഞു പിടിയിട്ടില്ല. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഇത് പോളിനേഷൻ. പോളിനേഷൻ നടന്നാലേ അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആവും. മനസ്സിലായി? ക്ലിയർ? പിന്നെ എക്സാമിന് ചോദിക്കാണ് ഗാമേറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതി വെക്കുക? പോളിനേഷൻ. ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ? കാര്യം പറഞ്ഞ മനസ്സിലാണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പോളിനേഷന്റെ കുറേ ടൈപ്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കാണ് ഇത് ടൈപ്സ് ഓഫ് പോളിനേഷൻ. ഏതാണ്? ടൈപ്സ് ഓഫ് പോളിനേഷൻ. നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സിൻഗമി എന്ന് പറയുന്ന പ്രക്രിയ എഫക്റ്റീവായിട്ട് നടക്കാൻ അവിടെ ബീജങ്ങളെ ഒരേ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഗാമേറ്റ് ട്രാൻസ്ഫർ മെക്കാനിസമാണ് ഏത്? പോളിനേഷൻ. ഏതാണ്? പോളിനേഷൻ, അല്ലേ? നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പലതരത്തിലെ പരാഗണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? പല ടൈപ്പിലെ പോളിനേഷൻ നമുക്ക് ഈ ചെടികളിൽ കാണാൻ സാധിക്കും. നമ്മുടെ സിലബസ് പ്രകാരം, നമ്മുടെ SCERT അല്ലെങ്കിൽ NCERT സിലബസ് പ്രകാരം ഈ പോളന്റെ ഉറവിടം, സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോളിനേഷൻ എത്രയായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ഓർ ഡിപ്പെൻഡിങ് ഓൺ ദി സോഴ്സ് ഓഫ് പോളൻ. എന്തിനെ ബേസ് ചെയ്ത? പോളന്റെ ഉറവിടത്തിനെ ബേസ് ചെയ്ത്. അതായത് ഒരു ചെടിയിൽ പരാഗണം നടത്താനായിട്ട് അവിടെ എത്തിച്ചേരുന്ന പൂമ്പൊടി എവിടെ നിന്നാണ് അവിടോട്ട് വരുന്നത്, ആ ഒരു പൂവിലോട്ട് ഏത് സ്ഥലത്തു നിന്നാണ് അവരവിടെ എത്തിച്ചേരുന്നത്, അതിൻ്റെ ആ ഉറവിടം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിനേഷനെ ക്ലാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഒരു ഫ്ലവറിൽ എത്തിച്ചേരുന്ന പൂമ്പൊടി ചിലപ്പം അതേ പൂവായിരിക്കാം ആ പൂമ്പൊടിയുടെ ഉറവിടമായിട്ട് ആക്ട് ചെയ്തത്, സെയിം ഫ്ലവർ തന്നെ, അല്ലേ? ഇനി അതേപോലെ തന്നെ ചിലപ്പം അവിടെ എത്തുന്ന പൂമ്പൊടി എന്ന് പറഞ്ഞ് അതേ ചെടിയിലെ മറ്റൊരു പൂവിൽ നിന്നാകാം പൂമ്പൊടി അവിടോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഉറവിടമായിട്ട് ആക്ട് ചെയ്യുന്ന അതേ ചെടിയിലെ മറ്റൊരു പൂവാണ്, അല്ലേ? ഇനി അതേപോലെ നമ്മുടെ ഈ ചെടിയിൽ എത്തിച്ചേരുന്ന പൂമ്പൊടി എന്ന് പറഞ്ഞാൽ അതേ ഇനത്തിൽ വരുന്ന മറ്റൊരു ചെടിയിൽ നിന്നായിരിക്കാം പൂമ്പൊടി പറന്ന് ഇവിടെ എത്തുന്നത്. അവിടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന മറ്റൊരു ചെടിയാണ്, ചെടിയിലെ പൂവാണ്, അല്ലേ?
കാര്യം പറഞ്ഞ പിടിയിട്ടല്ലോ. അപ്പൊ ഈ പറയുന്ന സ്രോതസ്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഉറവിടം, ഒരു പൂമ്പൊടിയുടെ ഉറവിടം ഏതാണെന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പോളിനേഷൻ എത്രയായിട്ട് ക്ലാസ് ചെയ്തേക്കുന്നു? 3 എത്രയായിട്ടാ? 3. ഓക്കെ. അതില് ഡിപ്പെൻഡിങ് ഓൺ ദി സോഴ്സ് ഓഫ് പോളൻ 3 types of pollination are identified in flowering plants. Okay. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് ഓട്ടോഗമി, സെക്കൻഡ് വൺ ജെയ്റ്റണോഗമി, തേർഡ് വൺ സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് അലോഗമി. ഏതൊക്കെയാണ്? ഒന്നുകൂടെ പേര് പറഞ്ഞേക്കാം. ഫസ്റ്റ് വൺ ഓട്ടോഗമി, സെക്കൻഡ് വൺ ജെയ്റ്റണോഗമി, തേർഡ് വൺ സീനോഗമി ഓർ ക്രോസ് പോളിനേഷൻ ഓർ അലോഗമി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ 3 നമ്മൾ പോളിനേഷനെ തരംതിരിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് 2 പ്ലാന്റുകളുടെ ഡയഗ്രാം ജസ്റ്റ് ഡയഗ്രമാറ്റിക് ആയിട്ട് വരച്ചു വെച്ചേക്കാണ്. അതിൽ ഒരു പ്ലാന്റിനെ P1 എന്ന് ലേബൽ ചെയ്തു, മറ്റൊരു പ്ലാന്റിനെ P2 എന്ന് നമ്മൾ ലേബൽ ചെയ്തു. എല്ലാ ഈ വരച്ചേക്കുന്ന P1ഉം P2ഉം ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഫോംസ് ആണ്. ഒരേ ഇനത്തിൽ വരുന്ന 2 പ്ലാന്റുകളാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ P1-നകത്ത് 2 ഫ്ലവറും വരച്ചു വെച്ചിട്ടുണ്ട്, P2-നകത്ത് ഞാൻ ഒരു ഫ്ലവറും വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഈ ഒന്നാമത്തെ ഫ്ലവറിൽ, ഞാൻ ഈ ഏറ്റവും മുകളിൽ വരച്ചേക്കുന്ന ഫ്ലവറിൽ ബൈസെക്ഷൽ ആണ്, അതിനകത്ത് ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ ഈ ആന്തറിനകത്ത് ഉണ്ടാകുന്ന ഇതിന്റെ ആൻഡ്രീഷ്യത്തിലെ സ്റ്റേമിലെ ആന്തറിനുള്ളിൽ ഉണ്ടാകുന്ന പൂമ്പൊടി അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു പോളിനേഷനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഓട്ടോഗമി. ഏത് പേര് വിളിക്കും? ഓട്ടോഗമി. മനസ്സിലായി? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ അതിന്റെ ആന്തറിൽ നിന്ന് അതിന്റെ സ്റ്റിഗ്മയിലോട്ട് പൂമ്പൊടിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പോളിനേഷൻ മെത്തേഡിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഓട്ടോഗമി. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പോളിനേഷൻ ഇൻ സെയിം ഫ്ലവർ. ഏതാണ്? ഒരു പൂവിൽ നടക്കുന്ന പരാഗണം. അതിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ഓട്ടോഗമി. ക്ലിയർ ആണല്ലോ? അപ്പം ഓട്ടോഗമി ഒന്നുകൂടെ ഒന്ന് ഡെഫിനേഷൻ പറഞ്ഞേക്കാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ക്ലിയർ? കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ? ഓർത്ത് വെച്ചോളൂല്ലോ. പിന്നെ രണ്ടാമത്തെ പോളിനേഷൻ ആണ് നമ്മൾ ഏതെന്ന് പറഞ്ഞു? ജെയ്റ്റണോഗമി. ഏതാണ്? ജെയ്റ്റണോഗമി. ജെയ്റ്റണോഗമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ P1 എന്ന് പറയുന്ന ഈ പ്ലാന്റിനകത്ത് നമ്മൾ 2 ഫ്ലവേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഇതൊന്നും ഇത് മറ്റൊന്നും അല്ലേ. ഈ പൂവിലോട്ട് ഈ താഴെയുള്ള ഫ്ലവറിൽ നിന്ന് പൂമ്പൊടി ഇവിടെ വന്ന് വീഴാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇത് ഇവിടെ നിന്ന് പറന്ന് ഇവിടെ വന്ന് വീഴുകയാണെങ്കിൽ, ഈ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് നടന്നു? പരാഗണം നടന്നു അല്ലേ. ഒരു പൂവിലല്ല, ഒരു ചെടിയിലെ P1 എന്ന് പറയുന്ന പ്ലാന്റിലെ ഒരു ചെടിയിലെ ഈ താഴെയുള്ള പൂവിൽ നിന്ന് പൂമ്പൊടി പറന്ന് ഇവിടെ മുകളിലുള്ള ഫ്ലവറിലോട്ടാണ് വന്ന് വീണത് അല്ലേ. അപ്പം P1 എന്ന് പറയുന്ന പ്ലാന്റിലെ 2 പൂക്കൾ തമ്മിലാണ് അവിടെ എന്ത് നടന്നത്? പോളിനേഷൻ അല്ലേ. ആ പോളിനേഷനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ജെയ്റ്റണോഗമി. ഏത് പേര് വിളിക്കും? ജെയ്റ്റണോഗമി. അതായത് അതിന്റെ ഡെഫിനേഷൻ പറയാന് ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് ഫ്ലവേഴ്സ്. മനസ്സിലാണേ? അപ്പൊ ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് ഫ്ലവർ. ഓക്കെ, കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് പോളിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. ഒരേ പ്ലാന്റിലെ 2 ഫ്ലവറുകൾ തമ്മിൽ നടക്കുന്ന പോളിനേഷനെയാണ് നമുക്ക് ഏത് പേര് വിളിക്കാം? ജെയ്റ്റണോഗമി. ക്ലിയർ? ഡൗട്ട് ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 2 പോളിനേഷൻ ഏതൊക്കെയാ? ഓട്ടോഗമിയും ജെയ്റ്റണോഗമിയും. ഒരു പൂവിൽ നടക്കുന്ന പോളിനേഷൻ ആണ് അല്ലെ. ഒരു ചെടിയിൽ നടക്കുന്ന പോളിനേഷനെ നമ്മൾ ജനറൽ ആയിട്ട് ഒരു പേര് വിളിക്കും സെൽഫ് പോളിനേഷൻ. ഏത് പേര് വിളിക്കും? സെൽഫ് പോളിനേഷൻ. ഓക്കെ. അപ്പം ഓട്ടോഗമി ആൻഡ് ജെയ്റ്റണോഗമി ആർ 2 types ഓഫ് സെൽഫ് പോളിനേഷൻ. കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ. ഇത് രണ്ടും ഒരു ചെടിയിൽ നടക്കുന്ന പോളിനേഷൻ ആണ്. ഒരേ ചെടിയിൽ നടക്കുന്ന സെയിം പ്ലാന്റിൽ നടക്കുന്ന പോളിനേഷൻസ് ആണ് അല്ലെ. ഓട്ടോഗമി ആകുമ്പം സെയിം പ്ലാന്റിലെ സെയിം ഫ്ലവറിൽ, ജെയ്റ്റണോഗമി ആകുമ്പം സെയിം പ്ലാന്റിലെ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ് അല്ലെ. ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ്. അങ്ങനെ നടക്കുന്ന പോളിനേഷനെയാണ് നമ്മൾ ഏത് പേര് വിളിച്ചത്? ജെയ്റ്റണോഗമി. ക്ലിയർ? കാര്യം പറഞ്ഞ പിടി കിട്ടിയല്ലോ. അപ്പൊ ഇത് രണ്ടും ഏത് ടൈപ്പുകളാണെന്ന് പറയാം? ബോത്ത് ഓട്ടോഗമി ആൻഡ് ജെയ്റ്റണോഗമി ആർ ടൈപ്സ് ഓഫ് സെൽഫ് പോളിനേഷൻ. ക്ലിയർ? Then the last one, സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്? അലോഗമി. ഓക്കെ. ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗമിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഒരേ ഇനത്തിൽ വരുന്ന 2 പ്ലാന്റ് വരച്ചു വെച്ചു അല്ലെ. P1ഉം P2 എന്ന് പറയുന്ന 2 പ്ലാന്റ് ആയിരുന്നു വരച്ചിരുന്നത്. അതില് ഈ P1 എന്ന് പറയുന്ന ചെടിയിലെ ഈ ഒന്നാമത്തെ പൂവിലോട്ട് എവിടെ നിന്ന്? P2 എന്ന് പറയുന്ന പ്ലാന്റിലെ ഈ ഫ്ലവറിലെ ആന്തറിൽ നിന്ന് പൂമ്പൊടി ഇവിടെ വന്ന് വീഴുകയാണെങ്കിൽ അവിടെ 2 പ്ലാന്റുകൾ തമ്മിലാണ്, ഒരേ സ്പീഷീസിൽ വരുന്ന 2 പ്ലാന്റുകൾ തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത് അല്ലെ. ആ പോളിനേഷനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് സീനോഗമി. ഏത് പേര് വിളിക്കും? സീനോഗമി. മനസ്സിലായി? അപ്പൊ സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ അലോഗമി എന്ന് ചോദിച്ചാൽ എന്തുവെന്ന് പറയാം? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ്
pollen grain from the anther to the stigma of different plant. മനസ്സിലായി? It is the transfer of pollen grain from the anther to the stigma of different plant. Clear? കാര്യം പറഞ്ഞ വീഡിയോ കിട്ടിയല്ലോ. അതിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കും? സീനോഗമി അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് ഏതാണ്? അലോഗമി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോളിനേഷൻ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ്. ഏതെന്ന് നമുക്ക് പറയാം? പോളിനേഷൻ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്. രണ്ട് ഒരേ ഇനത്തിൽ വരുന്ന പ്ലാന്റുകൾ തമ്മിൽ ഒരു പ്ലാന്റിന്റെ പൂവിൽ നിന്ന് പൂമ്പൊടി പറന്ന് തൊട്ടടുത്തുള്ളോ അല്ലെങ്കിൽ ദൂരത്ത് നിൽക്കുന്നോ അതേ ഇനത്തിൽ വരുന്ന മറ്റൊരു ചെടിയുടെ പൂവിന്റെ സ്റ്റിഗ്മയിൽ ചെന്ന് പതിക്കുകയാണെങ്കിൽ ആ പോളിനേഷൻ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് ക്രോസ് പോളിനേഷൻ. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നോക്കി വെച്ചോളാം. അതിൽ ഏതാണ്ട് ഈ ഡയഗ്രമാറ്റിക് സ്കെച്ചിൽ നോക്കി അറിയാം. ഈ ഒന്നാമത് കാണിച്ചേക്കുന്നത് ഈ അതായത് ഈ ഒന്നാമത്തെ ഫ്ലവറിന്റെ ആന്തറിൽ നിന്ന് അവന്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് വീഴുന്ന ഈ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മൾ ഇവിടെ ഏതെന്ന് പറഞ്ഞ ഓട്ടോഗമി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ P1 എന്ന് പറയുന്ന പ്ലാന്റിന്റെ ഈ ഫ്ലവറിലെ ആന്തറിൽ നിന്ന് അതേ ചെടിയിലെ ഈ പൂവിൽ ഇരിക്കുന്ന ആന്തറിലെ പൂമ്പൊടി പറന്ന് അതേ ചെടിയിലെ തൊട്ട് മുകളിലുള്ള ഈ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് വന്ന് വീഴുകയാണ്. അപ്പൊ സെയിം പ്ലാന്റ് ആണ്, ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ്. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഏത്? ഡൈറ്റോണോഗമി. ദെൻ മൂന്നാമത്തെ സീനോ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ P1 ഉം P2 എന്ന് പറയുന്ന ഒരേ ഇനത്തിൽ വരുന്ന പ്ലാന്റിന്റെ P2 ഉണ്ടായ ഫ്ലവറിന്റെ ആന്തറിലെ പൂമ്പൊടി പറന്ന് എവിടെ വന്ന് വീഴുക? P1 എന്ന് പറയുന്ന പ്ലാന്റിലെ ഈ ഒന്നാമത്തെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് വന്ന് വീഴുക. അല്ലേ? അപ്പൊ ഡിഫറെന്റ് പ്ലാന്റുകൾ തമ്മിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്? പോളിനേഷൻ നടക്കുന്നത്. ആ പോളിനേഷനാണ് നമ്മൾ ഏത് പേര് വിളിക്കും? സീനോഗമി. ഓക്കെ. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.